സ്പന്ദനത്തിലെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിന്ന് കുറച്ച് ടേക്ക് ഡൗൺസ് ആണ് നോക്കാൻ പോകുന്നത്. റെസ്ലിംഗിലെ കുറച്ച് മെയിൻ ടേക്ക് ഡൗൺസ്, ഐ മീൻ ലെഗ് അറ്റാക്സും കുറച്ച് സ്റ്റാൻഡിങ് ത്രോസും ആണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. കുറച്ചൊക്കെ നമുക്ക് പഠിക്കാം, കുറച്ചൊക്കെ നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് ബേസിക് ആയിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന 3 സ്കിൽസ് നമുക്ക് നോക്കാം. റെസ്ലിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നവർക്കാണേലും പൊതുവെ റെസ്ലിംഗ് എന്താണെന്ന് അറിയാത്തവർക്കാണേലും ഈ 2-3 സ്കിൽസ് നിങ്ങൾക്ക് ലൈഫ് ടൈമിലോ അല്ലെങ്കിൽ എവിടെയാണേലും ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന 3 സ്കിൽസാണ്. ടേക്ക് ഡൗൺസ്, 3 ടേക്ക് ഡൗൺസ് എന്ന് പറയും. ഓപ്പണന്റിനെ ഇൻബാലൻസ് ചെയ്യുക, മേലിൽ നിന്ന് ഇൻബാലൻസ് ചെയ്ത് നിലത്ത് കൊണ്ടുവരുന്നതാണ് നമ്മുടെ റെസ്ലിംഗിലെ ഏറ്റവും വലിയ മൂവ്മെൻറ്റ്സ്, ഏറ്റവും വലിയ ആവശ്യമില്ല, ഏറ്റവും വലിയ നമ്മുടെ ഇതിനകത്ത് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു റെസ്ലിംഗ് എന്ന് പറയുന്നത് അതാണ് ടേക്ക് ഡൗൺ. നമുക്ക് 2-3 നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മുടെ ലെഗ് അറ്റാക്സ് ആണ്. ലെഗ് അറ്റാക്സ് എന്ന് പറയുമ്പം പൊതുവേ നമുക്കറിയാമല്ലോ, കാല് വാരുക, അത് തന്നെയാണ് ലെഗ് അറ്റാക്ക്. ലെഗ് അറ്റാക്ക് നമ്മൾ ചെയ്യുന്ന 3 ഡെഫിനേഷൻസ് ഉണ്ട്. ഫസ്റ്റ് നമ്മുടെ പൊസിഷനിൽ നിന്ന് നമ്മളൊന്നെങ്കിൽ ലീഡ് വെച്ച് കയറാം. ദൂരെ നിൽക്കുന്ന ആളാണെങ്കിൽ ലീഡ് വെക്കുക, അല്ലെങ്കിൽ നമുക്ക് നിൽക്കുന്ന പൊസിഷനിൽ തന്നെ ലെവൽ ചേഞ്ച് ചെയ്ത് കയറാൻ പറ്റും. മെയിൻ ഡെഫിനേഷൻസ് എന്ന് പറയുന്നത് വെച്ചാൽ പൊസിഷൻ, ലെവൽ ചേഞ്ച്, ഷൂട്ട് ചെയ്യുന്ന സപ്പോർട്ട് ലെഗ് ഉണ്ട്, സപ്പോർട്ട് ലെഗ്, ദെൻ ലിഫ്റ്റ്, ത്രോ ആണ് വരുന്നത്. ഇതാണ് മെയിൻ ലെഗ് അറ്റാക്കിൻ്റെ ഒരു മെയിൻ പ്രോപ്പർ ഫോം. ഇത് നമുക്ക് കുറേ വേരിയേഷൻസ് ഉണ്ട്. സിംഗിൾ ലെഗ് ഉണ്ട്, ഡബിൾ ലെഗ് ഉണ്ട്, ആംഗിൾ പിക്ക് ഉണ്ട്, കുറേ ഉണ്ട്. പിന്നെ മെയിൻ അടുത്ത സ്കിൽ എന്ന് പറയുന്നത് 1, 2, 3 സ്കിൽസാണ്. അത് സ്റ്റാൻഡിങ് സ്കിൽസാണ്. നിൽക്കുന്ന പൊസിഷനിൽ നിന്ന് ഓപ്പണിനെ മലത്തി അടിക്കുക, അതാണ് മെയിനായിട്ട് പറയുന്നത്. അതിൽ നമുക്കൊന്ന് ആം ത്രോ എന്ന് പറയും, ധോബി. നമ്മൾ ഹിന്ദിയിൽ ധോബി എന്ന് പറയും. ധോബി എന്ന് പറയുമ്പോൾ എന്താ, തുണി അലക്കുന്ന ആൾ. ഇവിടെ തുണി അലക്കുന്ന പോലെ കയറുന്നു, ത്രോ, ആം ത്രോ. ഇതുപോലെ തന്നെ ഹിപ്പ് ത്രോയും ഉണ്ട്, ഹിപ്പ് യൂസ് ചെയ്തിട്ടുള്ള ത്രോ. ഈ സെയിം പോസിഷൻ തന്നെ 1, 2, 3 തന്നെ. 1, 2 ഹിപ്പ് കയറി, 3. ഈ 3 സ്കിൽസ് ആണ് നമ്മളിപ്പോൾ മെയിനായിട്ട് നോക്കാൻ പോകുന്ന 3 സ്കിൽസ്. നമുക്ക് ആദ്യം അടിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. പക്ഷേ അടിക്കുന്നതിന് മുന്നേ നമുക്ക് അത് അടി കൊള്ളുന്നത് എങ്ങനെയാണെന്ന് പഠിക്കാം. അടി കൊള്ളുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാ ഒന്നൊരാൾ അടിക്കുമ്പോൾ വാങ്ങാതല്ല, ഒരു ടേക്ക് ഡൗൺ കിട്ടുമ്പോൾ എങ്ങനെ വീഴണം, എങ്ങനെയൊക്കെ വീഴണം, അതാണ് നമുക്കിപ്പോൾ ബേസിക്കായിട്ട് പഠിക്കേണ്ട കാര്യങ്ങൾ. കാരണം നമ്മുടെ ഏറ്റവും കൂടുതൽ ഇഞ്ചുറീസ് വരുന്നൊരു ഗെയിമാണ് റെസ്ലിംഗ്. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ആദ്യം പഠിക്കേണ്ട കാര്യം എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യുക ഇഞ്ചുറീസിനെ, അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ആദ്യം പഠിക്കേണ്ടത്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കൊരു ടേക്ക് ഡൗൺ കിട്ടി. നമ്മൾ നിലത്ത് വീഴുവാണ്. ചിലരെന്താ ആദ്യം വെപ്രാളത്തിൽ പോയി കൈയൊക്കെ കൊണ്ടുപോയി കുത്തും. ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യം വിചാരിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യം നമ്മൾ പോയി കുത്തി വീഴുമ്പോൾ നമ്മൾ തന്നെ നേരെ വീഴുന്നൊരു ഫോഴ്സല്ല നമുക്ക് വരുന്നത്. നമ്മൾ ആദ്യം മേലിൽ നിന്ന് വീഴുന്നൊരു ഫോഴ്സ്, ഗ്രാവിറ്റൽ ഫോഴ്സ്, നമ്മുടെ ബോഡി വെയ്റ്റ്, പിന്നെ കൂടെ ഓപ്പണൻറ്റിൻ്റെ ബോഡി വെയ്റ്റിൻ്റെ കൂടെ ആ ഫോഴ്സ്, ഇതെല്ലാം കൂടെ നമ്മുടെ ഈ കയ്യിലോട്ട് വരുമ്പോൾ എന്തായിരിക്കും അവസ്ഥ? ഒടിഞ്ഞു സൂപ്പറായിട്ട് നല്ല രീതിയിൽ. ചിലപ്പോൾ എന്താ പറയുക, നമ്മുടെ ഫോറാം ഒടിഞ്ഞു പോവാം, അല്ലെങ്കിൽ ഡിസ്ലൊക്കേറ്റ് ആവാം, അല്ലെങ്കിൽ മേലിൽ നിന്ന് ഒടിഞ്ഞു പോവാം, കുറേ ഇഞ്ചുറീസ് വരാം. നമ്മൾ അതിന് പ്രിവെൻറ്റ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനാണ് നമ്മൾ ബേസിക്കായിട്ട് നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞത് നമ്മുടെ റോളിങ് നമ്മളെല്ലാ വർക്കൗട്ടിലും ആഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് എസ്കേപ്പിംഗ് ഫ്രം ദ ഇഞ്ചുറീസ്, ത്രോസ്. നോക്കൂ, ഫസ്റ്റ് ഓഫ് ഓൾ നേരെ ഫോൾ ഡൗൺസ് ആണ് നമ്മളിതിനെ ഏറ്റവും പറയുന്നത്. അത് നേരെ വീഴുമ്പോൾ എങ്ങനെ വീഴുക? ഫോൾ ഡൗൺ, കൈ രണ്ടും കുത്തി നേരെ വീഴുക. അപ്പം നേരെ പോയി കൈ കുത്തി കഴിഞ്ഞാൽ അപ്പോഴത്തേക്കും നേരെ വന്നു ഫോറാം കുത്തി കം ഡൗൺ. നമ്മൾ നമ്മുടെ ഫോഴ്സിനെ കൺട്രോൾ ചെയ്യുകയാണ് ബൈ റോളിങ്ങിലൂടെ. ഓടെ നെക്സ്റ്റ് തിരിഞ്ഞു നിന്നിട്ട് നേരെ പുറകോട്ട് വീഴുമ്പോൾ ട്വിസ്റ്റ്. ഇത് നമ്മൾ വോൾട്ടിംഗ് എന്ന് പറയും. നേരെ പുറകോട്ട് വീഴുമ്പോൾ തിരിഞ്ഞു വരുന്നതിനെല്ലാം നമ്മൾ വോൾട്ടിംഗ് എന്നാണ് പറയുന്നത്. പോട്ടെ, ഗുഡ്. ഇതാണ് നമ്മുടെ മെയിൻ പോസ്റ്റർ. ഇങ്ങനെ തന്നെ മാക്സിമം വീഴാൻ നോക്കുക. ഇങ്ങനെ തന്നെ പിടിച്ചില്ലെങ്കിലും ബോഡിയിൽ ചേർത്തിട്ടാണെങ്കിലും കുറച്ച് മാറിയിട്ടാണെങ്കിലും കുഴപ്പമില്ല. കൈ മാക്സിമം കുത്താതെ നോക്കുക. പിന്നെ ഇപ്പം നമ്മൾ ചെയ്യുന്ന സ്കിൽസ് ഒന്നും ആരും വീട്ടിൽ പരമാവധി ചെയ്യാതിരിക്കാൻ നോക്കുക. അതാണ് ഏറ്റവും നല്ലത്. ഒന്നെങ്കിൽ ഏതെങ്കിലും ക്ലബിലോ അല്ലെങ്കിൽ ഇതിന് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും സ്ഥലത്തോ മാക്സിമം യൂസ് ചെയ്യുക. ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഡബിൾ ലെഗ് അറ്റാക്കാണ്. ദ ബേസിക് സ്കിൽ ഓഫ് ദ റെസ്ലിംഗ്, കാല് വാരൽ. ഡബിൾ ലെഗ് എടുത്തു. നമുക്ക് ഈ പോസ്റ്ററിൽ നിന്ന് നമുക്ക് കുറേ രീതിയിൽ, ഇപ്പോൾ ലിഫ്റ്റിംഗ് പോസ്റ്റർ വന്നു, 2 ലെഗ് എടുത്ത് ലിഫ്റ്റ് ചെയ്യുന്ന പോസ്റ്ററാണ് നമ്മൾ മുമ്പ് കണ്ടത്. ലെവൽ ചേഞ്ച് ചെയ്തു, കയറി, ലിഫ്റ്റ് ചെയ്തു. ഇവിടെ നമുക്ക് പല രീതിയിൽ ത്രോ ചെയ്യാൻ പറ്റും. ഇവിടെ നിന്ന് വേണമെങ്കിൽ മുട്ടുകുത്തി ഒരു സൈഡിലോട്ട് ത്രോ ചെയ്യുക. മുട്ടുകുത്തി ചെയ്തു, ഗുഡ്, ത്രോ ചെയ്തു. ഇതാണ് ഏറ്റവും സേഫസ്റ്റ് പൊസിഷൻ. മുട്ടുകുത്തി ത്രോ ചെയ്യുവാണെങ്കിൽ ഓപ്പണറിനും കുഴപ്പമില്ല, നമുക്കും പോവില്ല,
4 പോയിൻറ്റ്സ് സ്കോർ ചെയ്യാൻ പറ്റും. റെസ്ലിങ്ങിൽ പോയിന്റ് ലീഡ് എന്ന് പറഞ്ഞാൽ മൊത്തം 5 പോയിൻറ്റ്സ് ആണ്, 4 പോയിൻറ്റ്സ് ആണ്. ഫസ്റ്റ് വരുന്നത് 1 പോയിൻറ്റ്, പിന്നെ 2 പോയിൻറ്റിൻ്റെ ആണ്, പിന്നെ 4 പോയിൻറ്റിൻ്റെ ത്രോസും, പിന്നെ ആ 4 പോയിൻ്റ് ത്രോസ് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുവാണെങ്കിൽ 5 പോയിൻറ്റ് കിട്ടും. ഓക്കെ ഗൈസ്, പോട്ടെ. നെക്സ്റ്റ് ഡബിൾ ലെഗ് തന്നെ എടുത്തോ, കയറിയോ. ഡബിൾ ലെഗ് ലിഫ്റ്റ് അവിടെ ചെയ്തോ, ലിഫ്റ്റ് ത്രോ റൊട്ടേറ്റ്, ഇങ്ങനെയും ചെയ്യാൻ പറ്റും. 4 പോയിൻ്റ് ആക്ഷൻസ്. പോട്ടെ. ഈ പോയിന്റ് ഇത് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എത്ര ലിഫ്റ്റ് ചെയ്യുന്നു, എത്ര പ്ലേസ് ചെയ്യുന്നു, അതനുസരിച്ച് നമുക്ക് ചിലപ്പോൾ 5 പോയിൻറ്റ്സ് കിട്ടാം, ഇല്ലെങ്കിൽ 4 പോയിൻറ്റ്സ് ആണ്. 4 പോയിൻറ്റ്സിന് നമുക്ക് ഇത്ര റിസ്ക് എടുക്കേണ്ട ആവശ്യവുമില്ല, പക്ഷേ ചെയ്യുന്നവരുണ്ട്. നെക്സ്റ്റ് വൺ സ്റ്റാൻഡിങ് സ്കിൽസ് ആണ്. ആം ത്രോ 1 2 3 സ്കിൽസ് നമ്മൾ പറയും. ഓക്കെ, കയറിയോ. 1 2 3 വെച്ച് 1 2 3 ഡ്രാഗ്. ഗുഡ്. ദിസ് ഇസ് ദ ആം ത്രോ. 1 2 3 സ്കിൽസ് ഉപയോഗിച്ച് ചെയ്യുന്ന ഫസ്റ്റ് ത്രോ ആണിത്. സെക്കൻഡ് വൺ ഹിപ്പ് ത്രോ. പോട്ടെ. ഹിപ്പ് ത്രോ എന്ന് പറയും, ഹിപ്പ് യൂസ് ചെയ്ത് പറയുന്നത്. 1 2 3 തന്നെ, പക്ഷേ ഹിപ്പാണ് ഇൻ ചെയ്യുന്നത്. 1 2 ഹിപ്പ് ഇൻ ത്രോ. ഗുഡ്. ഇതാണ് പോസ്റ്റർ, കറക്റ്റ് ഡിഫീറ്റ് പോസ്റ്റർ. റെസ്ലിംഗ് അറിയാവുന്നവർക്ക് അറിയായിരിക്കും. 2 ഷോൾഡർ നിലത്ത് കൂട്ടി 3 സെക്കൻഡ്സോളം അല്ലെങ്കിൽ പിൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ കളി അവിടെ കഴിഞ്ഞു. ഈ പോസ്റ്ററിൽ നമ്മളൊരു ത്രോ ചെയ്തിട്ട് അവിടെ ഹോൾഡ് ചെയ്ത് തന്നെ വെക്കാൻ ശ്രമിക്കുക മാക്സിമം. ബട്ട് MMA പോലത്തെ വേറെ ഡിഫറെൻറ്റ് ഗെയിംസിൽ വരുമ്പോൾ നമുക്ക് അവിടെ നിന്ന് വീണ്ടും കണ്ടിന്യൂസ് ആക്ഷൻ വേണ്ടി വരും. പക്ഷേ റെസ്ലിങ്ങിൽ അവിടെ കളി കഴിയുന്നതായിരിക്കും. 10 പോയിൻറ്റ് എതിരാളിയേക്കാളും കൂടുതൽ കരസ്ഥമാക്കുകയാണെങ്കിൽ കളി പെട്ടെന്ന് തീരും. അല്ലെങ്കിൽ 10 പോയിൻറ്റ് കരസ്ഥമാക്കി മൊത്തത്തിൽ കളി ജയിക്കാനും പറ്റും. പിന്നാണ് വരുന്നത്. റെസ്ലിങ്ങിൽ തന്നെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറേ ത്രോസ് ആൻഡ് എസ്കേപ്സ് ഉണ്ട്. നമുക്കത് കുറച്ച് കണ്ടുപോകാം. നമ്മളിപ്പോൾ ഈ കണ്ടത് വൺ ഓഫ് ദ ഡെഡ്ലിയസ്റ്റ് കോമ്പോസും പിന്നെ വൺ ഓഫ് ദ ഡെഡ്ലിയസ്റ്റ് ത്രോസ് ഒക്കെയാണ്. ഇതിപ്പോൾ ഡെഡ്ലിയസ്റ്റ് എന്ന് പറയാൻ കാരണം ഇത് നമുക്ക് മാറ്റിൽ ചെയ്യുവാണെങ്കിൽ അത്ര ഇഞ്ചുറീസ് പറ്റില്ലെങ്കിൽ നമ്മളിത് ഗ്രൗണ്ടിലേക്ക് വരുമ്പം വൺ ഓഫ് ദ ഡെഡ്ലിയസ്റ്റ് കോമ്പോസും സ്കിൽസും ആണ്. പരമാവധി നമ്മളിത് പുറത്ത് ചെയ്യാതിരിക്കുക. അപ്പം എന്നെക്കൊണ്ട് പറയാൻ പറ്റുന്നതിൽ ഏറ്റവും വലിയൊരു അഡ്വൈസ് എന്ന് പറയുന്നത്, നിങ്ങളൊരു അത്ലറ്റ് ആണെങ്കിൽ, നിങ്ങളൊരു നല്ലൊരു കോമ്പാറ്റ് സ്പോർട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ മാക്സിമം നിങ്ങളിതൊക്കെ പുറത്ത് യൂസ് ചെയ്യാതെ നോക്കുക. നമുക്ക് ആരെയും തോൽപ്പിക്കാനുള്ള മൈൻഡല്ല വേണ്ടത്, മറിച്ച് ജയിക്കാനുള്ള മൈൻഡാണ് നമുക്ക് വേണ്ടത്. See you guys. നമസ്കാരം, പുതിയൊരു സ്പന്ദനം എപ്പിസോഡിലേക്ക് സ്വാഗതം. ആൻറ്റി ഏജിങ് ട്രീറ്റ്മെൻറ്റ്സ് എന്ന് പറയുമ്പം ഒരുപാട് ആൾക്കാർക്കുള്ള കൺസേൺ ആണ്. ശരിക്കും പറഞ്ഞാൽ അത് സർജറി കൊണ്ട് മാത്രമാണോ പറ്റുന്നത്, അതോ വിത്തൗട്ട് സർജറി നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ഒരുപാട് ആൾക്കാരുടെ ക്വയറീസ് ആണ്. ഇത് ഡേ ബൈ ഡേ ഞാൻ ഒത്തിരി ആൻസർ കൊടുത്തതുമാണ്. അപ്പോൾ അതാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ എപ്പോഴാണ് ആൻറ്റി ഏജിങ് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, എന്തൊക്കെ അതിനകത്ത് ചെയ്യാൻ പറ്റും എന്നുള്ള കുറേ അധികം ക്വയറീസ് എല്ലാവരുടെയും മനസ്സിലൂടെ ഓടുന്നതാണെന്നുള്ളത് എനിക്കറിയാം. സോ ഇന്ന് നമ്മൾ അതാണ് ബ്രേക്ക് ചെയ്യാൻ പോകുന്നത്. ആൻറ്റി ഏജിങ് ട്രീറ്റ്മെൻറ്റ്സ് എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു 25 ആ ഒരു ഏജ് ഗ്രൂപ്പ് തൊട്ടാണ് ഐഡിയലി ചെയ്യേണ്ടത്. അത് ഹെയർ ആകട്ടെ, ഫേസ് ആകട്ടെ, ബോഡി പാർട്ട് ആവട്ടെ, എവിടെ വേണമെങ്കിലും നമുക്ക് ആൻറ്റി ഏജിങ് ട്രീറ്റ്മെൻറ്റ്സ് ചെയ്യാൻ പറ്റും. ആൻഡ് സ്റ്റാർട്ടിങ് ഫ്രം ഹെയർ, ഇപ്പോൾ ഒരു ഹെയർ ഗ്രോത്ത് അല്ലെങ്കിൽ ഒരു ഹെയർ ഫോള്, ഒരു ഡാൻഡ്രഫ്, അതുമല്ല എന്നുണ്ടെങ്കിൽ ഒരു പ്രിമച്വർ ഗ്രെയിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും മോസ്റ്റ് ഓഫ് ദ ടൈംസ് ഹെയറിനെ കൺസേൺ ചെയ്ത് വരുന്നത്. അപ്പോൾ ഇതിന് ട്രാൻസ്പ്ലാന്റേഷൻ എന്നുള്ള അല്ലെങ്കിൽ ബയോഫൈബർ ഇംപ്ലാന്റേഷൻ എന്നുള്ളൊരു സർജിക്കൽ ഓപ്ഷൻ അല്ലാണ്ട് നമുക്ക് അനേകം ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട്. ബേസിക് ആയിട്ടുള്ള നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന PRP, അതല്ലാന്നുണ്ടെങ്കിൽ GFC, എക്സോസോംസ്, സ്കാൽപ് ത്രെഡ്സ്, സ്റ്റെം സെൽ തെറാപ്പി, അങ്ങനെ പറഞ്ഞ ഒരുപാട് റീജനറേറ്റീവ് ആയിട്ടുള്ള ഇന്നോവേറ്റീവ് ട്രീറ്റ്മെൻറ്റ്സ് ഇന്ന് അവൈലബിൾ ആണ്. അതുപോലെ ഈ ഫേസ് എന്ന് പറയുമ്പോൾ ആൻറ്റി ഏജിങ് മജോറിറ്റി ആൾക്കാർക്കും ഇപ്പോൾ സ്ക്രീൻ ടൈം ഒക്കെ കൂടുതലായതുകൊണ്ട് അല്ലെങ്കിൽ ഈ ബ്ലൂ ലൈറ്റിൻ്റെ പ്രശ്നം കൊണ്ടിട്ട് ഫൈൻ ലൈൻസ് ആൻഡ് റിങ്കിൾസ് ഒരു ഏർലി 20s തന്നെ കണ്ടുവരുന്നവരുണ്ട്.
കൂടുതലും ഈ ഓൺലൈൻ ക്ലാസ്സസ് ലോങ് ടൈം അറ്റൻഡ് ചെയ്യുക, അല്ലെങ്കിൽ ടെക്കീസ്, അല്ലെങ്കിൽ ഒരുപാട് നേരം സിസ്റ്റം അല്ലെങ്കിൽ ഫോൺ യൂസ് ചെയ്യുന്നവർക്കും ഈ പ്രശ്നം കണ്ടുവരാറുണ്ട്. ഫൈൻ ലൈൻസ്, റിങ്കിൾസ്, സ്കിൻ പെട്ടെന്ന് ഡള്ളാവുക എന്നുള്ളത്. അപ്പോൾ ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ ആൻറ്റി ഏജിങ് ട്രീറ്റ്മെൻറ്റ് കാറ്റഗറിയിൽ വരുന്നതാണ്. അത് എൻറ്റയർ ബോഡി ആണെങ്കിൽ, ഇപ്പോൾ സൺ ഡാമേജ് ആണെങ്കിൽ പോലും അത് ആൻറ്റി ഏജിങ് കാറ്റഗറിയിൽ തന്നെ നമുക്ക് ഉൾപ്പെടുത്തി ട്രീറ്റ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. സോ ഇതിനകത്ത് സിമ്പിളായിട്ടുള്ള കെമിക്കൽ പീൽസ് തുടങ്ങി ഇൻജെക്റ്റബിൾ ഫോമുലേഷൻ, അതായത് മിനിമലി ഇൻവേസീവ് അല്ലെങ്കിൽ നോൺ ഇൻവേസീവ് ആയിട്ടുള്ള ഒരുപാട് ട്രീറ്റ്മെൻറ്റ്സ് നമുക്ക് ചെയ്യാൻ പറ്റും. അത് നോ ഡൗൺ ടൈം, അല്ലെങ്കിൽ അതിന് റെസ്റ്റ് ഒന്നും വേണ്ട ആവശ്യമൊന്നുമില്ല. കുഞ്ഞു കുഞ്ഞു ഇഞ്ചെക്ഷൻസ് ആയിട്ടോ അല്ലെങ്കിൽ കെമിക്കൽ പീൽസ് ആയിട്ടോ അതും അല്ലെങ്കിൽ ലേസറിൻ്റെ റീസർഫസിങ് ആയിട്ടോ ഒക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ആൻറ്റി ഏജിങ് ട്രീറ്റ്മെൻറ്റ്സ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഫേസിൽ വരുവാണെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടിങ് ഫ്രം റിങ്കിൾസ് ആൻഡ് ഫൈൻ ലൈൻസ് ആണെങ്കിൽ ബോട്ടോക്സ് ചെയ്യാൻ പറ്റും. അതുപോലെ ഡൾ സ്കിൻ ആണെങ്കിൽ കെമിക്കൽ പീല്, ലേസേഴ്സ്, സ്കിൻ ബൂസ്റ്റേഴ്സ് ചെയ്യാൻ പറ്റും. ഡൾ ടയേർഡ് സ്കിൻ ആണെങ്കിൽ ബയോ റീമോഡുലേറ്റേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഓട്ടോലോഗസ് പ്ലാസ്മ തെറാപ്പി ഉണ്ട് ഡൾ സ്കിന്നിന് വേണ്ടിയിട്ട്. പിന്നെ ഉള്ളത് ഈ ആക്നി സ്കാർസ് എന്ന് പറയുന്നത്, അതിന് MNRF പോലെയുള്ള ട്രീറ്റ്മെൻറ്റോ CO2 ഫ്രാക്ഷണൽ ലേസേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പുറമേ ഇൻജെക്റ്റബിൾ ഫോമുലേഷൻസിൽ നമുക്ക് കൊളാജൻ ബൂസ്റ്റിംഗ് ത്രെഡ്സ്, അതുപോലെ PRP, അതും അല്ലെങ്കിൽ കെമിക്കൽ പീൽസ്, അങ്ങനെ ഒരുപാട് ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. പക്ഷേ ഈ ഇടയായിട്ട് കണ്ടുവരുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പേഷ്യൻസ് ആണ് പറഞ്ഞത് അവിടെ CO2 ഫ്രാക്ഷൻ ലേസർ ഉണ്ടോ, അല്ലെങ്കിൽ എനിക്കൊരു ആക്നി സ്കാർ ഉണ്ട്, CO2 ഫ്രാക്ഷൻ ലേസർ ആണ് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ പറയുന്നൊരു കാലഘട്ടത്തിലേക്ക് നമ്മൾ എത്തി. ബിക്കോസ് എവ്രി വൺ ഈസ് അവെയർ ഓഫ് എവറി ട്രീറ്റ്മെൻറ്റ്സ്. പക്ഷേ ഇത് ആർക്ക് സ്യൂട്ടബിൾ ആകും എന്നുള്ളത് പലപ്പോഴും ഒരു ഡോക്ടറിൻ്റെ ഹെൽപ്പ് തന്നെ നിങ്ങൾക്ക് വേണ്ടി വരും. ഒരു പ്രോപ്പറായിട്ടുള്ളൊരു ഇവാലുവേഷൻ ആൻഡ് കൺസൾട്ടേഷനിലൂടെ മാത്രമായിരിക്കും ഏത് ട്രീറ്റ്മെൻറ്റാണ് കൂടുതൽ സ്യൂട്ടബിൾ ആവുക എന്നുള്ളൊരു ഐഡിയ ഉണ്ടാവുന്നത്. അതുപോലെ പിന്നെ ചില ആൾക്കാർക്ക് കണ്ടുവരുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേസൊക്കെ നല്ലതായിരിക്കും, പക്ഷെ അവരുടെ നെക്ക് വന്നിട്ട് ഭയങ്കര സങ്കൻ, ഷ്രിങ്കൻ, ഷ്രിവൽഡ് ആയിട്ടുള്ള സ്കിൻ, അതുപോലെ ഈ മസിൽ ബാൻഡ്സ്, പ്ലാറ്റിസ്മൽ ബാൻഡ്സ് ഒക്കെ വളരെ എവിഡൻ്റ് ആയിട്ട്, അല്ലെങ്കിൽ ലൈൻസ് വളരെ എവിഡൻ്റ് ആയിട്ടുള്ളൊരവസ്ഥ. അപ്പോൾ ആ ഒരു ഫേസിന് കൊടുക്കുന്ന അത്രത്തോളം ഇമ്പോർട്ടൻസ് നമ്മൾ നെക്കിനും കൊടുക്കേണ്ടതാണ്. അത് പലരും കൊടുക്കാറില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. എന്തിനേറെ ഒരു ഹൈഡ്രാഫേഷ്യലും ഉണ്ട്. ഇപ്പം ഹാൻഡ് ആൻഡ് ഫൂട്ട് റീജുവനേഷൻ വരെ ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല, ചില ആൾക്കാരുടെ കൈ അല്ലെങ്കിൽ കാലുകൾ വരുമ്പോൾ കൂടുതൽ ഏജ്ഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ അവർക്ക് ഉള്ളതിലും ഏജ്ഡ് ആയിട്ടുള്ളൊരു ഫീല് വരുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ബയോ റീമോഡുലേറ്റേഴ്സ്, ഫാറ്റ് ട്രാൻസ്ഫർ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ചെറുതായിട്ടുള്ള PRP, സ്കിൻ ബൂസ്റ്റേഴ്സ്, അതും കൺസിഡർ ചെയ്യാവുന്നതാണ്. ഈ ഫാറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുമ്പം അതൊരു സർജിക്കലായിട്ടുള്ള ഒരു കാറ്റഗറിയിൽ വരുന്നതാണ്. ബട്ട് സ്റ്റിൽ ഇറ്റ് ഈസ് മിനിമലി ഇൻവേസീവ്. അതും കുറച്ച് നാൾ ഏറെ ഡ്യൂറബിലിറ്റി കിട്ടും. ഉള്ളി തിങ്സ് ആ ഫാറ്റ് ഹാർവെസ്റ്റ് ചെയ്യുന്നതും ആ ഡോണർ ഏരിയ ഒക്കെ ഒന്ന് പ്രോപ്പറായിട്ട് നമ്മൾ നോക്കി അതിനകത്ത് വേറെ ഇൻഫെക്ഷനൊന്നും ഉണ്ടാവാതെ അത് ഹീൽ ചെയ്തെടുക്കണം എന്നുള്ളത് മാത്രമാണ് പേഷ്യൻ്റെ ഒരു വലിയൊരു ദൗത്യമായിട്ട് വരുന്നത്. മോസ്റ്റ് ഓഫ് ദ ടൈംസ് അതിനൊന്നും പേഷ്യൻസിന് സമയം ഉണ്ടാവില്ല. ആൻഡ് റെഡിമെയ്ഡ് ആയിട്ടുള്ള ഫില്ലേഴ്സും പിന്നെ ത്രെഡ്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഫാറ്റ് ട്രാൻസ്ഫർ തന്നെ വേണമെന്നില്ല. അതും ഇതിനോടൊപ്പം തന്നെ ഒട്ടും പിന്നിലല്ല, ആ ഒരു കാര്യം ഒരുപാട് ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ചുറ്റും യൂസ് ചെയ്യുന്നൊരു കാര്യമാണ്. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് ചുളിവുകളുടെ ബോട്ടോക്സ് ഞാൻ പറഞ്ഞു. അപ്പോൾ ഒരു വോളിയമൈസേഷൻ, അല്ലെങ്കിൽ കൂടുതൽ ആൾക്കാർ പറയുന്ന ഒരു കാര്യമാണ് കണ്ണിന് താഴെ ഒരു 2 പടുകുഴി പോലെ ഇരിക്കുന്നു എന്നുള്ളൊരു ഫീല്. അപ്പോൾ അതിന് ശരിക്കും പറഞ്ഞാൽ ഫില്ലേഴ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ണ് കുറച്ചും കൂടെ റിജുവനേറ്റഡ് ആയിട്ട് വരും. അതുപോലെ ടയേർഡ് ലുക്കിംഗ് ആയിട്ടുള്ളൊരിത് മാറുകയും ചെയ്യും. ഈ ഇടയായിട്ട് കുറച്ചധികം ആൾക്കാർ വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് കുറച്ച് ഫാൻസി ഡ്രഗ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അത് നല്ല റിസൾട്ട്സ് കൊടുക്കുന്നുണ്ട് വെയിറ്റ് ലോസിൻ്റെ കാര്യത്തിൽ. അതിൻ്റെ സൈഡ് എഫക്ട്സ് കുറച്ചധികം ഉണ്ട്, ഇനിയും അത് ട്രയലിൽ നടക്കുന്നതുമാണ്. സോ ഈ പേഷ്യൻസ് ഇങ്ങനെയുള്ള മെഡിസിൻസ് യൂസ് ചെയ്ത് സഡൻ ആയിട്ടുള്ള വെയിറ്റ് ലോസ് വരുമ്പോഴത്തേനും അവരുടെ ഫേസ് വന്നിട്ട് ഒരു ഡൾ, ടയറിങ്, അല്ലെങ്കിൽ എന്തോ അസുഖം പിടിച്ചൊരവസ്ഥ പോലെ ഡള്ളാവുന്നത് കാണാം. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ഇൻസ്റ്റൻറ്റ് റിജുവനേഷൻ അല്ലെങ്കിൽ ഗ്ലോ കൊണ്ടുവരാനായിട്ട് ഈ ഫില്ലേഴ്സും സ്കിൻ ബൂസ്റ്റേഴ്സും ഹെൽപ്പ് ചെയ്യും.
അപ്പോൾ അതാണ് മെയിൻലി ഫേസ്, നെക്ക്, ഹെയർ, ഹാൻഡ്സ് ആൻഡ് ഫീറ്റിൻ്റെ കാര്യം. പിന്നെ നമ്മുടെ ബോഡിയെക്കുറിച്ച് പറയുവാണെങ്കിൽ ഒരു ഫീമെയിലിനെ സംബന്ധിച്ച് ഒരു ബസ്റ്റ് ആൻഡ് ബട്ട് ഓഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത് ഒരു കർവി ആയിട്ടുള്ള ഒരു പ്രോപ്പർ കർവ്സ് മെയിൻറ്റെയിൻ ചെയ്യണം എന്നാഗ്രഹിക്കാത്ത ഒരു സ്ത്രീകളും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ബിക്കോസ് എല്ലാ സ്ത്രീകളും അത് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ചില ആൾക്കാർക്ക് ഒരു സാഗിങ്ങിൻ്റെ പ്രശ്നമായിരിക്കും, അല്ലെങ്കിൽ വോളിയം ഉണ്ടാവില്ല, അല്ലെങ്കിൽ രണ്ട് സൈഡും രണ്ട് അളവിലായിട്ടാണ് ഇരിക്കുന്നത്. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ കറക്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഈ ഫില്ലേഴ്സ് അതല്ലെങ്കിൽ സാഗ് ചെയ്യുന്ന ആ ഒരു ഏരിയ ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊളാജൻ ലിഫ്റ്റിംഗ് ത്രെഡ്സ് അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ബയോ റീമോഡുലേറ്റേഴ്സ്, ഓട്ടോലോഗസ് പ്ലാസ്മ തെറാപ്പിയൊക്കെ ഇതിന് ഒരു പ്ലംപ്നെസ് കൊണ്ടുവരാനും അതുപോലെ ഇൻസ്റ്റൻ്റ്ലി ഒന്ന് ബൂസ്റ്റ് ചെയ്യാനും വോളിമൈസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ വരുന്ന ഒരു നോൺ സർജിക്കൽ എന്ന് പറയുന്നത് നമ്മുടെ ഫാറ്റ്, അൺവാണ്ടഡ് ഫാറ്റ്. എത്രയൊക്കെ വർക്കൗട്ട് ചെയ്താലും എത്ര പട്ടിണി കിടന്നാലും എന്തൊക്കെ ഡയറ്റ് നോക്കിയാലും കുറയാത്തൊരു സംഭവമാണ് നമ്മുടെ അബ്ഡമിനൽ ഫാറ്റ്, ഇല്ലെങ്കിൽ ബെല്ലി ഫാറ്റ് എന്ന് പറയും. അത് ഭയങ്കര സ്റ്റബേണായിട്ടാണ് പലർക്കും ഇരിക്കുന്നത്, കുറേ വർഷങ്ങളായിട്ട് അങ്ങനെ സ്റ്റബേണായിട്ടിരിക്കുന്ന ഫാറ്റ്. അത് പലപ്പോഴും ആൾക്കാർ ഈ ലൈപ്പോസക്ഷൻ എന്ന് പറയുന്ന ട്രീറ്റ്മെൻറ്റ് ഉണ്ടെങ്കിലും അത് എടുക്കാൻ മടിക്കുന്നത് അതിൻ്റെ കോംപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ അതൊരു സർജറിയാണ്, അതിനൊരു ഡൗൺ ടൈം ഉണ്ട്. ഇപ്പോൾ ഡയബറ്റിക് ആയിട്ടുള്ളവരൊക്കെ ആണെങ്കിൽ ആ ഒരു വൂണ്ട് ഹെൽത്തി ആയിട്ട് ഹീൽ ചെയ്ത് കിട്ടണം. അതുപോലെ തന്നെ നമ്മൾ ആ ഒരു ഏരിയയിൽ നിന്ന് ആ ഫാറ്റ് ഹാർവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഒരു ഏരിയയുടെ കെയർ, കോർസെറ്റൊക്കെ വെയർ ചെയ്ത് ടൈറ്റൻ ചെയ്ത് ആ സ്കിന്ന് സാഗ് ചെയ്യാതെ നോക്കണം. അങ്ങനെ ഒരുപാട് ജോലികൾ അതിനെ ചുറ്റിപ്പറ്റി ഉണ്ട്. സോ മോസ്റ്റ് ഓഫ് ദ ടൈംസ് ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ പേഷ്യൻസ് ഈ ലൈപ്പോസക്ഷൻ എന്ന് പറഞ്ഞ ആ ഒരു ട്രീറ്റ്മെൻറ്റ് വില്ലിങ് ആവത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് സ്പോട്ട് ഫാറ്റ് മെൽറ്റിംഗ് ഇഞ്ചെക്ഷൻസ് ഉള്ളത്. അത് ഏത് ഡിസൈർഡ് ഏരിയയിൽ വേണമെങ്കിലും നമുക്ക് എടുക്കാവുന്നതാണ്. ഓൺലി തിങ്സ് അവിടെ ഒരു പിഞ്ചബിൾ ഫാറ്റ് വേണം. കൂടുതലും ആൾക്കാർ അതിന് വേണ്ടിയിട്ട് ചൂസ് ചെയ്യുന്ന ഡബിൾ ചിൻ ഏരിയ, അതുപോലെ തന്നെ അപ്പർ ബോഡി ഫാറ്റ്, ബ്രാ ബൾജ് എന്നൊക്കെ പറഞ്ഞ ഏരിയ, അതല്ലെങ്കിൽ ലവ് ഹാൻഡിൽസ്, ഫ്ലാങ്സ്, ലോവർ ബെല്ലി, അപ്പർ ബെല്ലി, അതുപോലെ ഇന്നർ തൈസ്. ചില ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ ഇന്നർ തൈ കൂടെ ഇങ്ങനെ ഒരയുന്ന പോലെ ഒരു കാര്യം വണ്ണം കൂടിയിട്ട് നടക്കുമ്പോൾ ആ ഫ്രിക്ഷൻ കൊണ്ടിട്ട് ഒരയുന്നു, അല്ലെങ്കിൽ ഡാർക്കനിങ് ഒക്കെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇന്നർ തൈയിലെയും കൂടെ ഫാറ്റ് റെഡ്യൂസ് ചെയ്യാനായിട്ട് ഇങ്ങനെയുള്ള ഇഞ്ചെക്ഷൻസ് കൊടുക്കും. കാര്യം എന്താ വെച്ചാൽ ഒരു നോർമൽ എക്സസൈസിലൂടെയൊക്കെ ഇന്നർ തൈ കുറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമായതുകൊണ്ട് ഇതാകുമ്പം 3-4 സെഷൻസിൽ പേഷ്യൻറ്റിന് ഉദ്ദേശിക്കുന്ന റിസൾട്ട്സ് കിട്ടുകയും ചെയ്യും. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് ഒരു പ്രോപ്പർ ഡയറ്റായിട്ടുള്ളത് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. ബിക്കോസ് നമ്മൾ ഒരു സൈഡിൽ കൂടെ ഫാറ്റ് മെൽറ്റ് ചെയ്യുന്നു, അറ്റ് ദ സെയിം ടൈം നമ്മളൊരു മോഡറേറ്റ് ആയിട്ടുള്ളൊരു ഡയറ്റ് അല്ലെങ്കിൽ ഒരു കാലറി ഒന്ന് മൈൻഡ്ഫുൾ ഈറ്റിംഗ് എന്നുള്ളതാണ് ഇത് ബേസിക്കലി ഉദ്ദേശിക്കുന്നത്. സോ ദാറ്റ് ദ റിസൾട്ട്സ് വിൽ ബി ലോങ് ലാസ്റ്റിംഗ്. ഒരു സെഷൻ കഴിയുമ്പോൾ തന്നെ പേഷ്യൻറ്റിന് ഒരു വിസിബിൾ ആയിട്ടുള്ള ഒരു ഇഞ്ച് ലോസ് നമുക്ക് മെഷർ ചെയ്യുമ്പോൾ കിട്ടും. ഈവൻ ദോ കാണുമ്പോൾ വലിയൊരു വ്യത്യാസം തോന്നുന്നില്ല എങ്കിലും. അപ്പോൾ ഇങ്ങനെയുള്ള പേഷ്യൻസ് മോസ്റ്റ്ലി ഇത് എടുത്തിട്ട് പോയിട്ട് തിരിച്ചു വരുമ്പോൾ പറയുന്ന ഡോക്ടറെ എൻ്റെ കൈ ഇതുവരെ കയറാത്തൊരു ബ്ലൗസിനകത്ത് കൈ കയറി ഈ ഇഞ്ചെക്ഷൻ എടുത്തു കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ ഒട്ടും ഫിറ്റ് ചെയ്യാത്ത ഒരു ട്രൗസർ അതിനകത്ത് എനിക്ക് കയറാൻ പറ്റി എന്നുള്ളതാണ് മോസ്റ്റ് ഓഫ് ദ ടൈംസ് പേഷ്യൻ്റെ ഫീഡ്ബാക്ക് വരുന്നത്. സോ ദാറ്റ് അവർക്ക് റിസൾട്ട്സ് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ എന്ത് തന്നെയാണെങ്കിലും എന്ത് സോർട്ട് ഓഫ് ട്രീറ്റ്മെൻ്റ് ആണെങ്കിലും നമ്മൾ ഒരു ട്രീറ്റ്മെൻറ്റ് കൊടുത്തു കഴിയുമ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. ബിക്കോസ് നത്തിങ് ഈസ് പെർമനൻറ്റ്. നമ്മൾ ഡേ ബൈ ഡേ ഏജ് കൂടി വരുന്നു, നമ്മുടെ ഹോർമോൺസിൻ്റെ ഫ്ലക്ച്വേഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്, സ്ട്രെസ്സ്, സ്ലീപ്പ്, ഇതെല്ലാം വന്നിട്ട് ഈ ഒരു കാര്യത്തെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. സോ ഈ ആൻറ്റി ഏജിങ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ അതുപോലെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുവാണെങ്കിൽ തന്നെ വളരെ നല്ല റിസൾട്ട്സ് കിട്ടുകയും ചെയ്യും, അത് മെയിൻറ്റെയിൻ ആയി പോവുകയും ചെയ്യും. 90% ഓഫ് ഏജിങ് സൈൻസും നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ ചുളിവുകളാവട്ടെ, വോളിയം ലോസ് ആവട്ടെ, അല്ലെങ്കിൽ സാഗിങ് ആവട്ടെ, ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് ബോട്ടോക്സ്, ഫില്ലേഴ്സ്, ത്രെഡ്സ് എന്ന് പറയുമ്പോഴത്തേനും ആ ഒരു ലെയേർഡ് റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത്. റീസെൻ്റ്ലി എനിക്കൊരു പേഷ്യൻ്റ് വന്നു. ഷീ ഈസ് ഓൾമോസ്റ്റ് 38 ഇയേഴ്സ് ഓൾഡ്. അപ്പോൾ ഒരു ഡിലേയ്ഡ് ആയിട്ടുള്ളൊരു കുട്ടിയാണ്, അല്ലെങ്കിൽ ആ ഫാമിലിയിലെ അവസാനത്തെ കുട്ടിയാണ്. അപ്പോൾ അച്ഛൻ്റെ ഒത്തിരി ഏജ്
ആയിട്ടിരുന്നപ്പോൾ ഉണ്ടായ കുട്ടിയാണ്. അപ്പോൾ ഷീ ഈസ് അൺമാരീഡ് ഓൾസോ. അവരെ കണ്ടു കഴിഞ്ഞാൽ വളരെയധികം സാഗിങ് ആയിട്ടുള്ള സ്കിൻ, ഭയങ്കര ടയേർഡായിട്ടുള്ള ഫേസ്, ഭയങ്കര ഡൾ ലുക്കിംഗ് ആയിട്ടുള്ളൊരു ഫേസ് ഒക്കെയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്ത് പറ്റി ഈ ഒരു ഏജിൽ, അതും നല്ല ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ളൊരു സ്ത്രീയും കൂടെയാണത്. അപ്പോൾ പറഞ്ഞു അച്ഛൻ ഒത്തിരി എന്നെ കൊഞ്ചിച്ചാണ് വളർത്തിയതൊക്കെ, അപ്പോൾ അച്ഛൻ റീസെൻ്റ്ലി മരിച്ചു. അപ്പം ആ ഒരു വിഷമത്തിൽ ഞാൻ കരഞ്ഞു, കണ്ണീരിങ്ങനെ തോരാതെ ഇങ്ങനെ ഇരുന്ന് എനിക്ക് ആ സാഡ് ഫേസ് അങ്ങായി പോയതാണ്. അപ്പോൾ എനിക്കിനിയിപ്പോൾ ഒരു മാരേജൊക്കെ നോക്കുന്ന സമയമാണ്, അപ്പോൾ എന്തെങ്കിലും എൻ്റെ ഫേസിലൊന്ന് ചെയ്തു തരാമോ എന്ന് ചോദിച്ചു. ശരിക്കും പറഞ്ഞാൽ ഷീ റിയലൈസ്ഡ്. പണ്ടൊക്കെ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എൻ്റെ ഒരു കുട്ടിക്കാലത്തൊക്കെ അമ്മയും അച്ഛനൊക്കെ പറയും, അയ്യോ എന്തോ ചെയ്യാനാ, അവളുടെ മുഖം ഇങ്ങനെ ആയിപ്പോയി, അല്ലെങ്കിൽ മൂക്ക് അങ്ങ് ചപ്പിപ്പോയി, ഇനിയിപ്പോൾ എന്തോ ചെയ്യാൻ പറ്റും, ദൈവം തന്നത് നമ്മൾ മേടിച്ചു, അല്ല അതിപ്പോൾ എന്ത് ചെയ്യാനാ എന്ന്. പക്ഷേ ഇപ്പോൾ ഉള്ള ആൾക്കാരെന്ന് പറയുന്നത് അവരുടെ ഫേസിലൊരു ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് സ്പോട്ട് ചെയ്തിട്ടാണ് മോസ്റ്റ് ഓഫ് ദ ടൈംസ് പേഷ്യൻസ് വരുന്നത്. എൻ്റെയൊക്കെ ഒരു ജനറേഷൻ എന്ന് പറയുന്നത് സ്കിന്നൊന്ന് ക്ലിയർ ആവണം, ആക്നെ ഉണ്ടെങ്കിൽ പോകണം, അല്ലെങ്കിൽ ഒരു മെലാസ്മയോ കരിമംഗല്യം പോലെയുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകണം, അതിനപ്പുറത്തോട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഉള്ള ആൾക്കാരെന്ന് പറയുന്നത് എനിക്ക് താടി കുറച്ചേ ഉള്ളൂ, ആ ഒരു ഗോൾഡൻ റേഷ്യോ വരുന്നില്ല, അല്ലെങ്കിൽ ഇന്ന എടുത്തൊരു ഇച്ചിരി ഫില്ലർ വെച്ച് കഴിഞ്ഞാൽ ഈ സാഗിങ് അങ്ങ് ക്യാമഫ്ലാഷ് ചെയ്യാൻ പറ്റും. അത്രയും അധികം റിസർച്ച് ചെയ്ത് വരുന്ന പേഷ്യൻസും എനിക്കുണ്ട്. സോ ഈ പേഷ്യൻറ്റിനോട് ഞാൻ പറഞ്ഞു, ഓൾ ഓഫ് എ സഡൻ ഇൻ എ സിംഗിൾ സെഷൻ ഒന്നും ചെയ്യേണ്ട, ഗിവ് സം ടൈം, സ്ലോലി ഗ്രാജുവലി ആൻഡ് ഇവൻച്വലി ഗെറ്റ് ദ റിസൾട്ട്സ് എന്ന്. സോ ആ പേഷ്യൻറ്റിന് ഞാൻ ആദ്യം ബൊട്ടോക്സ് ചെയ്തു. അപ്പോൾ അവരുടെ ഫൈൻ ലൈൻസ് ആൻഡ് റിങ്കിൾസ് മാറിയപ്പോൾ അവരുടെ കുറച്ചും കൂടെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നീട് നമ്മൾ ചെയ്തത് ത്രെഡ്സാണ്. ആ സാഗ് ചെയ്യുന്ന കവിളുകളൊക്കെ കുറച്ചും കൂടെ ഒന്ന് ലിഫ്റ്റഡ് അപ്പിയറൻസ് ആക്കാനും ഒരു കൊളാജൻ ബൂസ്റ്റ് കിട്ടാനും വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ആ ഒരു ത്രെഡ് ലിഫ്റ്റ് ചെയ്തത്. അത് ഒരു 3 months ഒക്കെ കഴിഞ്ഞപ്പോൾ അത്യാവശ്യം നല്ല ലിഫ്റ്റ് കിട്ടി. അപ്പോഴും കുറച്ചൊരു വോളിയം ലോസ് പോലെ ഫീൽ ചെയ്തു. ആൻഡ് വി ഡിഡ് ഫില്ലേഴ്സ്. അപ്പോഴത്തേനും ഫുൾ ഫേസ് ഒരു ഹാർമണി വന്നു ആൻഡ് പേഷ്യൻ്റ് വാസ് ഹാപ്പി. അപ്പോൾ ആ ഒരു നല്ല ഒരു സമയം കടന്നു പോകുന്നു. സ്ലോലി ഗ്രാജുവലി ആ ഒരു മെയിൻ്റനൻസ് തെറാപ്പി അതും അവർ കറക്റ്റായിട്ട് വന്നെടുക്കുന്നു. ആൻഡ് ഷീ ഈസ് മെയിൻറ്റെയിനിങ് ഇറ്റ് ഹാപ്പിലി. ഇതിലൊരു പെർട്ടിക്കുലർ കാറ്റഗറി ഓഫ് ആൾക്കാരുണ്ട്. ഇനീഷ്യലി ഒരു ഹ്യൂജ് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ആൻറ്റി ഏജിങ്ങിന് വേണ്ടിയിട്ട് ഇടും. അത് കഴിഞ്ഞിട്ട് അതിന് മെയിൻ്റനൻസും ഇല്ല, ഒന്നുമില്ല, ഒരു ഹോം കെയർ പോലും ഇല്ലാത്തൊരവസ്ഥ. അതൊരിക്കലും ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു റിസൾട്ട്സോ അല്ലെങ്കിൽ നിങ്ങൾ പേ ചെയ്യുന്ന ആ ഒരു മണിക്കുള്ള വർത്തായിട്ടുള്ള റിസൾട്ട്സോ കിട്ടില്ല. എല്ലാ ദിവസവും മെയിൻറ്റെയിൻ ചെയ്യണം. നമ്മൾ എല്ലാ ദിവസവും പല്ല് തേക്കുന്നില്ലേ, ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് അവർ മോർണിംഗ് റുട്ടീൻ. അപ്പോൾ അതുപോലെ തന്നെ എല്ലാ ദിവസവും സ്കിൻ കെയർ ചെയ്യണം. അതുപോലെ തന്നെ ആൻറ്റി ഏജിങ് ട്രീറ്റ്മെൻറ്റ്സ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ കുറച്ച് മൂവ് എ ലിറ്റിൽ ബെറ്റ്, കുറച്ചൊരു എക്സസൈസ്. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ബ്രിസ്ക് വാക്കിംഗ് ആണെങ്കിലും മതി. അതുപോലെ കുറച്ച് മെഡിറ്റേറ്റ് ചെയ്യുക, നല്ല സ്ലീപ്പ് എടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ് മോസ്റ്റ് ഓഫ് ദ ടൈംസ് നമ്മൾ പേഷ്യൻസിനോട് അഡ്വൈസ് ചെയ്യാറ്. സോ ദാറ്റ് അവരുടെ ആ ഒരു മൈൻഡിൻ്റെ ആ ബ്യൂട്ടി അവരുടെ ഫേസിലും റിഫ്ലക്റ്റ് ചെയ്യും. അതുപോലെ റീസെൻ്റ്ലി ഞാൻ കണ്ടൊരു പേഷ്യൻ്റുണ്ട്, ഒരു വിറ്റിലിഗോ ഒരു പേഷ്യൻ്റാണ്, വെള്ളപ്പാണ്ട്. ഞാൻ മനസ്സിലാക്കുന്ന ഓരോ വിറ്റിലിഗോ പാച്ചസിനും ഓരോ സ്റ്റോറി അതിൻ്റെ പിന്നിൽ പറയാനുണ്ടാവും. പക്ഷെ അതൊന്നും അത്ര സന്തോഷം തരുന്ന സ്റ്റോറീസ് ഒന്നും ആയിരിക്കില്ല. എൻ്റെ മുന്നിൽ വന്നത് ഒരു യങ് വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരു ലേഡിയാണ്, ഒരു വർക്കിംഗ് വുമണാണ്. അവരെ കണ്ടു കഴിഞ്ഞാൽ തന്നെ ഭയങ്കര പോസിറ്റിവിറ്റിയാണ്. പക്ഷെ ഷീ വാസ് ലിറ്ററലി ക്രൈയിങ് ഇൻ ഫ്രണ്ട് ഓഫ് മീ. അപ്പം ഞാൻ ചോദിച്ചു എന്ത് പറ്റി? അത് രണ്ട് കൈയുടെയും ആ അറ്റം വിരൽ മൊത്തം വെള്ളപ്പാണ്ടായി, അത് പെട്ടെന്ന് സ്പ്രെഡായി. ഒരുപാട് ട്രീറ്റ്മെൻറ്റ്സ് നോക്കി ഡോക്ടറെ, ഒന്നും ഫലിക്കുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു അതൊരു ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷനാണ്, ട്രീറ്റ്മെൻറ്റ് ഉണ്ട്, ബട്ട് ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു ട്രീറ്റ്മെൻറ്റ് ഇല്ലാതെ ഒന്നുമില്ല. അന്നേരം പറഞ്ഞു എൻ്റെ 6 വയസ്സുള്ള മോള്, ഞാൻ എത്ര കഷ്ടപ്പെട്ട് അവളെ വളർത്തുന്നതെന്നറിയോ? ഞാൻ കഴിഞ്ഞ ദിവസം ചോറ് വാരി കൊടുത്തപ്പോൾ അവൾ വേണ്ടാന്ന് പറഞ്ഞു, എനിക്കും കൂടെ ഈ വെള്ളപ്പാണ്ട് വന്നാൽ എന്ത് ചെയ്യും അമ്മ വാരി തന്നാലെന്ന്. അപ്പോൾ ഷീ വാസ് ലൈക്ക് ഹാർട്ട് ബ്രോക്കൺ. അത് കേട്ടപ്പോൾ നമുക്കും കുറച്ചൊരു വിഷമം തോന്നി.
ഒരു നിമിഷം. ബിക്കോസ് എന്തായാലും ഒരമ്മയല്ലേ അത്, ഒരമ്മയുടെ വിഷമമല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു സ്ലോലി ഗ്രാജുവലി നമുക്ക് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാം. മുടങ്ങിക്കിടന്ന ചികിത്സയാണ്, നമുക്ക് ഒരുപാട് കഷ്ടതയില്ലാതെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാം. ലെറ്റ് സി അത് റെസ്പോണ്ട് ചെയ്യുന്നോ ഇല്ലയോ എന്നുള്ളത് നോക്കട്ടെ. ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് വിറ്റ്ലിഗോ ആ നോർമൽ സ്കിൻ കളറുമായിട്ട് നമുക്ക് മാച്ച് ചെയ്യുന്ന രീതിയിൽ അവിടെ മൈക്രോ പിഗ്മെൻറ്റേഷൻ ചെയ്തു കൊടുക്കാം. പക്ഷേ പുതിയ പാച്ചസ് ഡെവലപ്പ് ചെയ്യുന്ന ആ ഒരു അവസ്ഥ മാറണം, അതല്ലാതെ വേറെ വഴിയില്ല. അപ്പോൾ അതുവരെ നമുക്ക് ട്രീറ്റ്മെൻറ്റ് തുടരാം. അപ്പോൾ പേഷ്യൻ്റ് വാസ് ലൈക്ക് ഒരു റേ ഓഫ് ഹോപ്പ് കിട്ടിയതുപോലെ ഒരു ഫീലിംഗ് ഉണ്ടായി. അപ്പോൾ പറഞ്ഞു, ഡോക്ടറെ ഞാൻ നിർത്തിയ ആ ഒരു ട്രീറ്റ്മെൻറ്റ് ഞാൻ സ്റ്റാർട്ട് ചെയ്യാം, എനിക്കിപ്പം ജീവിക്കണം എന്നൊരാഗ്രഹമുണ്ട്, അതുകൊണ്ട് ഞാൻ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാം എന്ന് പറഞ്ഞു. നൗ ഷീ ഈസ് ആക്ച്വലി ഓൺ ട്രീറ്റ്മെൻറ്റ്, കുറേയേറെ ഇമ്പ്രൂവ് ആവുന്നുണ്ട്. ഫിനാൻഷ്യൽ ഫ്രീഡം ഉള്ളൊരു സ്ത്രീയാണ്. പക്ഷേ ആ ഫ്രീഡം എന്താണെന്നുള്ള ഒരു അനുഭവിച്ചറിയുന്നുണ്ട്. ബിക്കോസ് ഒരു പാച്ചും ഒരാളെയും, ബി ഇറ്റ് എ മെയിൽ ഓർ എ ഫീമെയിൽ, ആരെയും കൊണ്ട് ഒരു ഇരുട്ടത്തിരുത്തേണ്ട ഒരാവശ്യവും ഇല്ല. ഇന്നിപ്പോൾ അത്രത്തോളം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട്. ട്രീറ്റ്മെൻറ്റ്സ് കൊണ്ട് റെസ്പോണ്ട് ചെയ്യാത്ത എത്ര കേസസ് ആണെങ്കിലും നമുക്കത് ക്യാമോഫ്ലാഷ് ചെയ്ത് എടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. പുറത്തോട്ട് പോകുമ്പോൾ ആൾക്കാരൊരു ജഡ്ജ്മെൻ്റാണ് മോസ്റ്റ് ഓഫ് ദ ടൈംസ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷേ അങ്ങനെ ചിന്തിക്കേണ്ട ഒരു ആവശ്യമില്ല. ഇത് കാണുന്ന എത്ര പേർക്ക് ഒരു ഫ്രണ്ടെങ്കിലും കാണും എന്നുള്ളത് എനിക്കറിയില്ല. ബട്ട് സ്റ്റിൽ അങ്ങനെ ആരെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളും അവരെ പറഞ്ഞ് എഡ്യൂക്കേറ്റ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെയുള്ള കുറേയധികം വിശേഷങ്ങളുമായിട്ട് വീണ്ടും മറ്റൊരു എപ്പിസോഡിൽ കാണാം.